എൻ കെ പ്രേമചന്ദ്രൻ MP മാധവ ന്യൂസിനൊപ്പം. നമസ്കാരം. പ്രധാനമന്ത്രിയായിട്ട് ഇന്നലെ ഉച്ച വിരുന്നിൽ പങ്കെടുത്തു. ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമായി പങ്കെടുത്ത നേതാവ് താങ്കളാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ക്ഷണം പറയുന്നത്? അപ്രതീക്ഷിതമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറിയാണ് വിളിച്ചത്. ചെന്നു, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഉടനെ തന്നെ അകത്ത് വിളിച്ചു. ഉടനെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് തോളത്ത് തട്ടി ഷേക്ക് ഹാൻഡിൽ നിന്ന് നിങ്ങളെയൊക്കെ ശിക്ഷിക്കാൻ പോവുകയാണ്, ഞങ്ങൾ 7-8 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ അദ്ദേഹം തന്നെ ലീഡ് ചെയ്ത് ലിഫ്റ്റിൽ കൊണ്ടുപോയി. ലിഫ്റ്റിൽ കയറി 1ാമത്തെ ഫ്ലോറിൽ പോയി നടന്ന് ക്യാൻറ്റീനിൽ ചെന്നു. ക്യാൻറ്റീനിൽ ചെന്നിട്ട് അദ്ദേഹം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻറ്റീനിൽ വരുന്നത്, ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കുറച്ച് MP മാരുമായിട്ടിരുന്ന് പക്ഷേ അന്ന് തികച്ചും സൗഹൃദം, വളരെ കോർഡിയലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, കാഷ്വലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സൗഹൃദം, ഒരു പ്രധാനമന്ത്രിയുമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നൊരു ഫീല് പോലും നമുക്കുണ്ടാകാത്ത നിലയിൽ വളരെ നല്ലൊരു സൗഹൃദമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു, സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യയെ സംബന്ധിച്ച്, സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല, രാവിലെയുള്ള ഭക്ഷണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയി അപ്രതീക്ഷിതമായി നവാസ് ഷെരീഫിൻ്റെ വീട്ടിൽ പോയ അനുഭവം, പിന്നെ അദ്ദേഹം അപ്പോയിൻമെൻ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പോയിൻമെൻ്റ് കൊടുത്ത് വരുന്ന ആൾ സംസാരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഫോൺ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്ന ഒന്നും ചെയ്യില്ല. അതിൻ്റെ 25 വർഷക്കാലത്തെ ഈ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ ഭരണരംഗത്ത്